ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിച്ചു രേണുസുതി സ്റ്റോറി ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കിച്ചുവിന്റെ ഒരു ലൈഫ് സ്റ്റോറി അവന്റെ ചാനലിലൂടെ പറഞ്ഞിരുന്നു. ആ കുട്ടി ജനിച്ചത് മുതൽ ഇപ്പൊ ഒരു 21 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതുവരെ അത് അനുഭവിച്ച കുറേ കാര്യങ്ങളാണ് വന്നിരുന്ന് പറഞ്ഞത്. ആ കുട്ടിയുടെ ലൈഫ് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ കിടക്കുന്നതാണ് ഇവരുടെ എല്ലാവരുടെയും ജീവിതം എന്നുള്ളതാണ്. അപ്പൊ കിച്ചു അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, കിച്ചുവിന്റെ അച്ഛൻ കൊല്ലം സുധി വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് ശാലിനി എന്ന് പറഞ്ഞ പെണ്ണിയാണ് കല്യാണം കഴിക്കുന്നത്. അവർക്ക് കുട്ടി ഉണ്ടാവുന്നു, കിച്ചു ഉണ്ടാവുന്നു. കിച്ചുവിന്റെ ലൈഫിന്റെ തുടക്കത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകളാണ്. നമ്മൾ അവരുടെ കഥ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ രേണുസുതി പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒക്കെ ഈ കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള ശാലിനി വേറെ ഒരാളോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കിച്ചുവും ആ സ്റ്റോറി പറഞ്ഞു മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. കിച്ചുവിന്റെ സ്റ്റോറിയും ഏകദേശം അങ്ങനെ തന്നെയാണ്. അമ്മ പോയി എന്നുള്ളതാണ് ആ വേർഷൻ. എന്തായാലും ഈ സ്ത്രീ പോയി കഴിഞ്ഞ ശേഷം കൊല്ലം സുധി വേറെ ഒരു വിവാഹം കഴിക്കുന്നു. നമ്മൾ ആദ്യകാലം മുതലേ കൊല്ലം സുധി മരിച്ച മുതൽ നമ്മൾ കേൾക്കുന്ന കഥയിലൊന്നും ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന പെൺകുട്ടി നമ്മൾ ഈ കാണുന്ന രേണുസുതി ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തില് കൊല്ലം സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണുസുതി എന്നും അതിനിടയിൽ കൊല്ലം സുധി വീണ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിവാദം ഉണ്ടായിരുന്നു. അന്നൊന്നും അവരാരും അത് സമ്മതിച്ചിട്ടില്ല, തുറന്നു പറഞ്ഞിട്ടില്ല. രേണുസുതി ഒന്നും സമ്മതിച്ചിട്ടില്ല. എന്തായാലും കിച്ചു ഇപ്പൊ ഈ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഈ പറയുന്ന വീണയ്ക്കും ആ സ്റ്റോറിയിൽ ഒരു സ്ഥാനമുണ്ട്. കൊല്ലം സുധി രണ്ടാമത് വിവാഹം കഴിച്ചത് വീണയായിരുന്നു. ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ കിച്ചുവിനോട് വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. കിച്ചു കൊല്ലം സുധിയായിട്ട് യാതൊരു അടുപ്പവും കാണിക്കുന്നത് വീണയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീണ മുൻപ് രംഗത്ത് വന്ന് ഞാൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്ന സമയത്തും ഞാൻ കിച്ചുവിനോട് അത്ര നന്നായിട്ടല്ല പെരുമാറിയത് എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കഥയിൽ കുറച്ചൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, കിച്ചു പറഞ്ഞപ്പോൾ ഉണ്ടായ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന വീണ മുൻപ് വിവാഹിതയായിരുന്നു എന്നും അവർക്ക് 2 കുട്ടികൾ എന്തോ ഉണ്ടായിരുന്നു എന്നും കൊല്ലം സുധി ഏതോ ഒരു വണ്ടി വാങ്ങിയപ്പോൾ അതിന്റെ പുറത്ത് ഈ 2 കുട്ടികളുടെ പേരെഴുതി. അപ്പൊ കിച്ചു അത് ആരാന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ വീണയ്ക്ക് വേറെ കുട്ടികൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലായത് എന്നുള്ള രീതിയിലൊക്കെ കിച്ചു ആ സ്റ്റോറിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും വീണയായിട്ടും കൊല്ലം സുധി പിരിഞ്ഞു. അതിനുശേഷം ഇവര് ഇങ്ങനെ അച്ഛനും മകനൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയത്ത്, അതിനിടയിൽ കൊല്ലം സുധി ആദ്യ ഭാര്യ ഉണ്ടാവുന്ന സമയത്ത് വളരെ വിഷമിച്ചിട്ട് ഒരു അവസരത്തിൽ പോയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. കിച്ചു ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പൊ ആ വണ്ടി എന്തോ ലോറിയിലോ എന്തോ കൊണ്ട് ഇടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി ഉണ്ട്. എന്തായാലും ഈ വീണ പോയ ശേഷം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നതാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ വിവാദ നായികയായിട്ടുള്ള രേണുസുതി. അപ്പൊ രേണുസുതി, നമ്മൾ എപ്പോഴും രേണുസുതി പറയുന്ന സ്റ്റോറിയിൽ നമ്മൾ കേൾക്കുന്നത് ആ മോനെയും സുധിച്ചേട്ടനെയും കൂടെ ഞാൻ സ്വീകരിച്ചു, 2 പേരെയും കൂടിയാണ് സ്വീകരിച്ചത്. എന്നെ ആദ്യമായിട്ട് അമ്മ വിളിച്ചത് കിച്ചു ആണ്, ഞാൻ കിച്ചുവിനെ മോനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സെന്റിമെന്റ്സ് ആയിട്ടുള്ള കഥകളാണ് പറയാറുള്ളത്. പക്ഷെ കിച്ചു ആ സ്റ്റോറി പറയുമ്പോൾ, കിച്ചു ആദ്യം വളരെ പരിചയപ്പെട്ട സമയത്ത് രേണുസുതിയായിട്ട് ഭയങ്കര അടിച്ചുപൊളിയ തന്നെയായിരുന്നു, ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞ ശേഷം രേണുസുതിയും കൊല്ലം സുധിയും കൂടെ സുധിയുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി ഈ പറയുന്ന രേണുസുതിയുടെ ഫാമിലിയിലേക്ക് വരികയാണ്. അപ്പൊ അവരും അവിടെ വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ ആ വീട്ടില് രേണുസുതി, കൊല്ലം സുധി, കിച്ചു, പിന്നെ രേണുവിന്റെ അച്ഛൻ, അമ്മ, രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, കുട്ടികൾ, അങ്ങനെ വലിയൊരു ഫാമിലി ആയിട്ടാണ് അവർ താമസിക്കുന്നത്. അതിന്റെ ചെലവുകൾ മുഴുവൻ നടത്തിയിരുന്നത് ഈ പറയുന്ന കൊല്ലം സുധിയായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് കൊറോണ വരുന്നത്. ആ 2-3 വർഷത്തിനിടയിൽ കൊറോണയുടെ ലോക്ക്ഡൌൺ കാലമൊക്കെ ആയപ്പോഴേക്കും ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ആ വീട്ടുകാർ കിച്ചുവിനോടും വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു. കിച്ചുവായിട്ട് അവർക്ക് തീരെ അടുപ്പുണ്ടായിരുന്നില്ല. കിച്ചു അങ്ങനെ ഒരു വളരെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുക, അല്ലെങ്കിൽ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആവുക, റൂമിനുള്ളിൽ തന്നെ അടച്ചിരിക്കുക, ഡ്രഗ്സിന് അഡിക്റ്റ് ആവുക. അപ്പോൾ ഈ സുധി മാത്രമേ കിച്ചുവിനോട് ആ സമയത്ത് മിണ്ടുന്നുള്ളൂ. സുധി വരുന്ന സമയത്ത് സുധി കുറച്ച് ഫുഡൊക്കെ കൊണ്ട് റൂം കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു ലൈഫായിട്ട് കിച്ചുവിന്റെ ലൈഫ് മാറി എന്നാണ് കിച്ചു പറയുന്നത്. എന്തായാലും പെട്ടെന്നൊരു ദിവസം കിച്ചുവിന് തോന്നുന്നു ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എന്ന് പുറത്തു വരണം എന്ന് തോന്നുന്നു. അങ്ങനെ കിച്ചു ഈ പറയുന്ന കമ്പ്യൂട്ടറും ഗെയിമും എല്ലാം ഒഴിവാക്കി കമ്പ്യൂട്ടറൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ഒരു വണ്ടി വാങ്ങുന്നു. നമ്മൾ ആലോചിക്കണം, ഇപ്പൊ 21 വയസ്സുള്ള കുട്ടിക്ക് 5-6 വർഷം മുൻപ് കൊറോണ കാലത്ത് വളരെ കുറഞ്ഞ വയസ്സേ ഉണ്ടാവുള്ളൂ, 18 വയസ്സ് പോലും ആയിട്ടില്ല, പ്രായപൂർത്തിയാവാത്ത സമയത്ത് ഒരു വണ്ടി വാങ്ങുന്നു. അങ്ങനെ ആ വണ്ടിയൊക്കെ എടുത്ത് പുറത്തു പോകുന്നു. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കൊല്ലം സുധിയുടെ മരണം സംഭവിക്കുന്നത്. ഈ മരണത്തിനെ കുറിച്ച് അറിയുന്നു. ഒരു രാത്രിയിൽ ഉണ്ടായ ആക്സിഡന്റിലാണ് കൊല്ലം സുധി മരിക്കുന്നത്. അപ്പൊ രാവിലെ ആരോ ഫോൺ ചെയ്ത് പറയുന്നു, രേണു വന്നിട്ട് കിച്ചുവിനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, മോനെ ആക്സിഡന്റ് ഉണ്ടായി തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ പറയുന്ന കിച്ചു, രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ അവരുടെ വീട്ടിലുള്ള റിലേഷനിലുള്ള ഏതൊരു വിവേക് എന്തോ പറഞ്ഞിട്ടൊരു പയ്യൻ, പിന്നെ അവരുടെ പള്ളിക്കാര്, നമുക്കറിയാം രേണു സുധി പള്ളിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സുധിയെ മരിച്ചു കഴിഞ്ഞിട്ട് അടക്കിയത് പള്ളിയിലായിരുന്നു. അന്നൊക്കെ ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്തായാലും പള്ളിയിലുള്ള കുറെ ആളുകളും ചേർന്നിട്ട് സുധിയുടെ
ബോഡിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ പോണ വഴിക്ക് കിച്ചു പറയുന്നത് അവര് ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു, എനിക്ക് വെള്ളം പോലും ഇറക്കാൻ തുപ്പല് പോലും ഇറക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവര് പോണ വഴിക്ക് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ആഘോഷമായിട്ടാണ് അവർ പോയത്. പിന്നെ ഞാനിത് പ്രാങ്ക് ആവണേ അല്ലെങ്കിൽ പ്രാങ്ക് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് സുധി മരിച്ച വാർത്ത ഈ മൊബൈലിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര അല്ലെങ്കിൽ കാറിലൊക്കെ പ്ലേ ചെയ്തിട്ട് കാണുന്നു. അങ്ങനെ ഈ കുട്ടി വളരെയധികം വിഷമിക്കുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ബോഡി കാണുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിനിടയിൽ കൊല്ലത്തേക്ക് ബോഡി കൊണ്ടുപോകണോ വേണ്ടേ എന്നൊക്കെയുള്ള വിവാദങ്ങളും ഫോൺ കോളുകളും ഒക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വളരെ വിവാദമായിട്ട് തീർന്നു. ഇതില് പ്രത്യേകം തന്നെ കിച്ചു പറയുന്നുണ്ട്, സുധിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അളിയൻ എന്നാണ് പറയുന്നത്, ഈ അളിയനും പിന്നെ ഈ റിലേറ്റീവും പിന്നെ പള്ളിക്കാരും ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര വിവാദമായി. കാരണം ഒരു ബോഡി കാണാൻ, അത്രയും ഒരു ആക്സിഡന്റ് സംഭവിച്ചു മരിച്ച ഒരാളെ കാണാൻ വേണ്ടി മകനെയും കൊണ്ടുപോകുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമോ എന്നുള്ള വിവാദങ്ങളും ഒക്കെ അതിനിടയിൽ വരുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞു. അങ്ങനെ സുധിയുടെ മരണം സംഭവിച്ചു. സുധിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, പള്ളിയിൽ അടക്കി, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ ചടങ്ങിന്റെ ബില്ലുകളൊക്കെ എന്ന് വെച്ചാൽ പന്തല് പണിക്കാർക്ക് കൊടുത്തത് അല്ലെങ്കിൽ ആംബുലൻസിന് കൊടുത്തത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കൊടുത്തത്. അങ്ങനെ ഈ ബില്ലുകളെല്ലാം കണക്കെഴുതിയിട്ട് കിച്ചുവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന രേണുസുധിയുടെ അച്ഛൻ കൊടുത്തു എന്നുള്ള പോലെയാണ് ആ കിച്ചു പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നാം. അപ്പൊ അതൊരു വലിയ ബില്ലായിരുന്നു, 1,89,000 രൂപ എന്തോ ആയിരുന്നു ബില്ല്. അപ്പൊ ഇത് ഫ്ലവേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കിച്ചുവിനെ ഏൽപ്പിക്കുന്നത്. അപ്പൊ കിച്ചു അതിനെക്കുറിച്ച് ഫ്ലവേഴ്സിൽ അനൂപിനോട് സംസാരിച്ച സമയത്ത് അനൂപ് പറഞ്ഞു, നീ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും പോയിട്ട് കാണുക, എന്നിട്ട് ബില്ല് കറക്റ്റ് ആക്കിയ ശേഷം ഈ ഫ്ലവേഴ്സിൽ നമുക്ക് കൊടുക്കാന്ന് പറയുന്നു. എന്നിട്ട് കൂടെ ഒരാളെയും വിട്ടു കൊടുക്കുന്നു. എന്നിട്ട് ഇവര് പോയിട്ട് ഈ ബില്ല് കൊടുത്ത ആളുകളോടൊക്കെ സംസാരിച്ച് ഈ ബില്ലൊക്കെ കുറച്ച് വാങ്ങിയിട്ട് വെറും 89,000 രൂപയുടെ ബില്ല് എന്തോ ഇവർക്ക് ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1,00,000 രൂപ കള്ളക്കണക്കായിരുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കിച്ചു പതുക്കെ പതുക്കെ ഈ സുധിയുടെ വീടുമായിട്ട് അകലുന്നു. അതിനിടയിൽ വീടൊക്കെ പുതു വെച്ച് കിട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കിച്ചു വീണ്ടും തിരിച്ച് കൊല്ലത്ത് സുധിയുടെ വീട്ടിൽ പോയിട്ട് സെറ്റിൽ ആവുന്നു എന്നുള്ളതാണ് കിച്ചു പറഞ്ഞ ലൈഫ് സ്റ്റോറി. ഇത് ഭയങ്കര സങ്കടമുള്ള കഥ തന്നെയാണ്. ഒരു കുറ്റവും പറയുന്നില്ല. ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിക്കുകയാണ്. സ്വന്തം അമ്മ ഇല്ല, അമ്മയ്ക്ക് പകരം വന്ന രണ്ടാനമ്മയാണെങ്കിലും മൂന്നാനമ്മയാണെങ്കിലും വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതിനിടയിൽ അച്ഛന്റെ സ്വഭാവം മാറി മാറി മറിഞ്ഞു വരുന്നു. അച്ഛനാണെങ്കിൽ നല്ല ഒന്നാന്തരം മദ്യപാനിയാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. മരിച്ചുപോയവരെ കുറിച്ച് കുറ്റം പറയരുത് എന്നുള്ളതാണ് എല്ലാവരും ഇതിൽ പറയുന്ന പോയിന്റ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരിച്ചുപോയവരെ നമ്മൾ അറിയാതെ കുറ്റം പറഞ്ഞു പോകുന്നുള്ളതാണ്. എന്തായാലും ആ സ്റ്റോറി കേട്ടാൽ നമുക്കും ഭയങ്കര വിഷമം തോന്നുന്ന കാര്യം തന്നെയാണ്. ആ ഒരു കുട്ടി ആ പ്രായത്തിൽ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളാണത്. ഇതിന് മറുപടിയായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. രേണുസുധി തന്നെ വന്നിട്ടുണ്ട്. രേണുസുധി പൊട്ടിക്കരഞ്ഞ് പറയുന്നത്, അന്ന് ഞാൻ ബോഡി കാണാൻ വേണ്ടി പോയിട്ടില്ല, ഞാൻ ആ വീട്ടിൽ തന്നെയായിരുന്നു. എന്റെ വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരുമ്പോൾ വൈകുന്നേരം, അന്നെന്തോ വൈകുന്നേരമാണ് ഞാൻ സുധിച്ചേട്ടനെ കാണുന്നതെന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതിൽ കിച്ചു പറഞ്ഞത് തെറ്റിദ്ധരിച്ചതായിരിക്കാം. കിച്ചു രേണു പോയി എന്ന് പറയുന്നേ ഇല്ല. രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പോയ കഥയാണ് പറയുന്നത്. ഇതൊക്കെ ഇതിൽ പറയുന്ന സ്റ്റോറിയിൽ നമ്മൾ എപ്പോഴും രേണുവിനെ കുറ്റപ്പെടുത്തി പറയും, രേണു അഭിനയിച്ചു അത് ഇതെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ പറയുന്ന സ്റ്റോറി രേണുവിന്റെ വേർഷൻ രേണു ഒരിക്കലും മാറ്റി പറയുന്നത് കണ്ടിട്ടില്ല. രേണു പറയുന്നുണ്ട്, ഞാൻ അന്ന് തീരെ വയ്യാതിരിക്കുകയായിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, എന്നിട്ട് ഈ ബോഡിയൊക്കെ എടുത്ത ശേഷം കിച്ചു വന്നിട്ട് എന്നോട് അമ്മ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് പൊറാട്ട എന്തോ കൊണ്ടു തന്നപ്പോൾ ഞാൻ കഴിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് മുൻപ് എപ്പോഴോ ജോഷ് ടോക്കിൽ ഈ പറയുന്ന രേണു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂകളിൽ രേണു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വിവാദം ഉണ്ടായ സമയത്തും രേണു പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല, അതൊക്കെ സാധാരണ പോലെ നടന്നു പോയൊരു സംഭവം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതില് ഈ ബോഡി കൊണ്ടുവരാൻ പോയ സമയത്ത് ഫുഡ് കഴിച്ചു എന്നുള്ളത് അത് ആ കിച്ചു പറഞ്ഞ ടോണ്, കിച്ചുവിന് ചിലപ്പോ കിച്ചുവിന്റെ അച്ഛനാണ് മരിച്ചു പോയത്, അച്ഛന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, കിച്ചുവിന് അത് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. വലിയ ഹോട്ടലിൽ കയറി അവർ ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് അവർ കിച്ചുവിന് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ ഒരു വേർഷൻ അത് നമ്മളൊരു ചിന്തിക്കുകയാണെങ്കിൽ ആ പുലർച്ചെയാണ് ഈ പറയുന്ന കൊല്ലം സുധി മരിക്കുന്നത്. അപ്പൊ ഈ കൊല്ലം സുധിയെ കാണാൻ വേണ്ടി രാവിലെയാണ് ഇവരെല്ലാരും കൂടെ പോയിട്ടുണ്ടായിരിക്കുക, ഈ ബോഡി കാണാൻ പോയിട്ടുണ്ടായിരിക്കുക. പോകുന്ന വഴിക്ക് ഈ കൂടെയുള്ള ആളുകൾക്ക് വിശന്ന് അവരൊരു ഫുഡ് കഴിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ മാനസികാവസ്ഥയും ആ കുട്ടി അപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് അത് പറയുന്നത്. പക്ഷെ അതിൽ രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഫുഡ് കഴിച്ചോ അതൊന്നും കിച്ചു പറയുന്നില്ല. പള്ളിക്കാരൊക്കെ കൂടെ കയറി കഴിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊരു തെറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആളുകൾക്ക് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുക, അവർക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അടുപ്പുള്ള ഒരാളായിരിക്കില്ല കൊല്ലം സുധി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ആണ് എങ്കിലല്ലേ നമ്മൾ ഒരു ഭക്ഷണം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല കിച്ചു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുള്ളൂ. അവർ ഈ പുലർച്ചെയൊക്കെ നീച്ചു പോകുമ്പോൾ രാവിലെ ആകുമ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ഒരു ബേസിക് നീഡാണല്ലോ. അങ്ങനെ അവർ കയറി ഫുഡ് കഴിച്ചതാവാം എന്നേ പറയാനുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ അവർ പറയുന്നുണ്ട്, ഈ ഫോണൊക്കെ കിച്ചുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു എന്ന് കിച്ചു പറയുന്നുണ്ട്. കൊല്ലത്തുനിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ബോഡി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, പള്ളിയിലെ അടക്കുള്ളൂ, നീ പറയണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതന്നും വിവാദമായ കാര്യമാണ്. രേണുവിന്റെ ആചാരപ്രകാരം അടക്കണം എന്നുണ്ടായിരുന്നിരിക്കാം. ഒരു ഹിന്ദു വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന സുധിയെ അന്ന് പള്ളിയിൽ അടക്കി എന്നൊക്കെ ഉള്ളത് വലിയ വിവാദമായിരുന്നു. അതെന്തായാലും അന്ന് ഈ ഒരു കലാകാരന്റെ പേര് നശിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് കൊല്ലം സുധിയുടെ വീട്ടുകാർ അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നേ പറയാനുള്ളൂ. ഇതില് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ PR എന്നുള്ള പോലെ ഒരു ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് സജിനി വ്ളോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, അന്ന് കിട്ടിയ കാശ് ഈ പറഞ്ഞ ബില്ല്, ഈ കള്ളബില്ല് എഴുതി എന്നുള്ള പോലെ പറഞ്ഞ ആ കാര്യം അതൊരു കള്ളബില്ല് എഴുതി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയും പറയാനും നമുക്ക് പറ്റില്ല. കിച്ചു നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ ഇവരൊക്കെ കുറച്ച് കൊടുത്തതായിരിക്കാം. ഇപ്പൊ കൊല്ലസുധിയുടെ ആരും അല്ലാത്ത ഒരാൾ പോയിട്ട് ഈ രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പോയിട്ട് അവരോടൊക്കെ ബില്ല് ചോദിക്കുമ്പോൾ, പന്തല് പണിക്കാരോട് ബില്ല് ചോദിക്കുമ്പോൾ അവര് നോർമൽ ആയിട്ടുള്ള ബില്ല് അവർ പറയുന്ന ബില്ലേ അവർ പറയുള്ളൂ. പക്ഷെ കിച്ചു പോയി ചോദിക്കുമ്പോൾ അയ്യോ ആ മരിച്ച കൊല്ലസുധിയുടെ മകൻ എന്നുള്ള ഒരു സഹതാപ തരംഗമൊക്കെ ആ സമയത്ത് വന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൊടുത്തതായിരിക്കാം. എല്ലാ ആളുകളും അതുപോലെ കുറച്ച് കൊടുത്തതായിരിക്കാം എന്നും വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്രയും വലിയൊരു ബില്ല് കുറയോ എന്നൊക്കെ അറിയില്ല. അവര് ചെയ്ത കളത്തരങ്ങൾ എന്താണ്, എത്രമാത്രമാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ കഥ പറഞ്ഞു വരുമ്പോൾ കിച്ചു പറയുന്ന വെർഷനിൽ രേണുസുധീന്റെ അച്ഛൻ ബില്ല് കയ്യിൽ കൊടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ രേണുസുധിയുടെ അച്ഛൻ അന്ന് ഹാർട്ടിന് സർജറി ചെയ്യുന്ന കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം പല ഇന്റർവ്യൂകളിലും പല സമയത്തും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നാണ് സുധിയെ കാണാൻ വേണ്ടി വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അയാൾ ഇത് ഇൻവോൾവ് ആവുന്നോ അല്ലെങ്കിൽ അയാൾ ഈ പറ്റിപ്പിന് ആ സമയത്ത് ബുദ്ധിപൂർവ്വം പറ്റിക്കാന്ന് പറഞ്ഞ് കൂടെ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. രേണുസുധീനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല ആരും അങ്ങനെ ആ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും രേണുസുധിക്ക് എതിരായിട്ടുള്ള വീഡിയോകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു വശം മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഈ സജിനി വ്ളോഗ്സിൽ ആ സജിനി വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കൊല്ലസുധി മരിച്ച സമയത്ത് കുറെ അധികം ഫണ്ടൊക്കെ പിരിഞ്ഞ് കിട്ടിയിരുന്നു. എന്തോ 1 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്ത് എന്തോ ഫണ്ട് പിരിഞ്ഞ് ആ സമയത്ത് കിട്ടിയിരുന്നു. മരിച്ചിട്ട് എല്ലാവരും ബോഡിയൊക്കെ കണ്ടു പോകുന്ന സമയത്ത് ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പൈസ കൊടുക്കുന്ന ചടങ്ങൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ചിലവിനിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ചടങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ആ സമയത്ത് കുറച്ച് കാശൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ 3ാമത്തെ ദിവസം കിച്ചുവിന് ബൈക്ക് വാങ്ങി നൽകി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ സജിനി വ്ളോഗ്സ് പറയുന്നുണ്ട്. അപ്പൊ കിച്ചുവിന് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു ആ ബൈക്ക് വാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇത് സജിനി വ്ളോഗ്സ് വെറുതെ പറയാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇങ്ങനെയും വ്യാഖ്യാനിക്കപ്പെടാം. രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് സുധി മരിച്ച സമയത്ത് കിട്ടിയ കാശ് കൊണ്ട് 3ാമത്തെ ദിവസം തന്നെ പോയി ബൈക്ക് വാങ്ങിയെന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്നതേ ഉള്ളൂ. എന്നിട്ടും അവര് ഈ സജിനി വ്ളോഗ്സ് ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് വാങ്ങിയ ബൈക്ക് ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കിച്ചുവിന് വേണ്ടി വാങ്ങിയ ബൈക്ക് തന്നെ ആവാനാണ് സാധ്യത. പിന്നെ കിച്ചുവിന് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, അപ്പൊ ആ കുട്ടിക്ക് ബൈക്ക് വാങ്ങി കൊടുക്കുമെന്നൊക്കെ ചോദിക്കാനൊന്നുമില്ല. കൊറോണ സമയത്ത് വണ്ടി വാങ്ങിയെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മാറ്റി വേറെ വണ്ടി വാങ്ങിയത് ആയിരിക്കാം. ഇനി ഈ കിച്ചു എല്ലാ സമയത്തും ഈ വിവാദങ്ങളൊക്കെ രേണുസുധിയുടെ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്തും രേണുസുധീനെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ കിച്ചുവിന്റെ അവസ്ഥ കൊണ്ടായിരിക്കാം. കിച്ചു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട്, കേസുണ്ട്, ചിലപ്പോൾ രേണുവിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരിക്കാം. പക്ഷേ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു വ്യക്തി നിവർത്തികേട് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്നാണെങ്കിൽ ഓക്കെ, അത് പോട്ടെ എന്ന് വെക്കും. പക്ഷേ ഈ രേണുസുധി കാണിക്കുന്ന തെളിവുകളിൽ ഉള്ള കാര്യമാണ് കിച്ചുവിന് അയച്ചു കൊടുത്തിട്ടുള്ള പണം. കിച്ചു ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വരുന്നതിന്റെ 2-3 ദിവസം മുൻപേ വരെ കിച്ചുവിന് ഈ പറയുന്ന രേണുസുധി പൈസ അയച്ചു കൊടുത്തിട്ട് കിച്ചു വിളിച്ച് എനിക്ക് പൈസ വേണം, ചില്ലറ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ തന്നെയാണ് ഈ രേണുസുധി അയച്ചു കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു മനസാക്ഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയും കാലം ദ്രോഹിച്ചൊരു സ്ത്രീ, ഈ സ്വന്തം അച്ഛന്റെ അടുത്ത് നിന്ന് അകറ്റിയ ഒരു സ്ത്രീ, ഈ അച്ഛനെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയോട് പിന്നെയും പോയിട്ട് അമ്മ എനിക്ക് പൈസ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണെന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും അടുത്ത ദിവസം വരെ ഈ രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, രേണു അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നതിൽ എന്തോ ഒരു അപാകത നമുക്ക് തോന്നും. രേണു പറയുന്നത് ഇത് ഷഫീന ബീവി കുത്തിത്തിരിപ്പുണ്ടാക്കി വീഡിയോ ചെയ്യിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ്. അതിനോടൊന്നും അഭിപ്രായമില്ല. പക്ഷെ ഈ വീഡിയോ കിച്ചു ചെയ്ത ശേഷം ഈ ഷഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് മുതലെടുത്തിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കിച്ചുവിനെ പോയി കണ്ടിട്ടുണ്ട്, കിച്ചുവിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ അവരൊരു ചെയ്തൊരു തെണ്ടിത്തരം എന്ന് പറയുന്നത് കിച്ചുവിന് പണം കൊടുത്ത് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് കിച്ചുവിന്റെ ഗൂഗിൾ പേ നമ്പർ ഷഫീന ബീവിയുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഈ പണം കൊടുത്ത് സഹായിക്കുന്നത്? അതും വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ. ആ പയ്യൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് വെറുതെ ആ കുട്ടിയുടെ ഗൂഗിൾ പേ നമ്പർ നമുക്ക് തന്നിട്ട് ഇതിലേക്ക് പണം ഇടുമെന്ന് ഒരു വ്യക്തി പറയുന്നത്. എന്താണ് അതിന്റെ ആവശ്യം? ഒരു വ്യക്തിക്ക്
വ്യക്തിക്ക് 21 വയസ്സുള്ള ഒരു വ്യക്തിക്ക് എന്താണ് പണത്തിന് ഇത്ര ആവശ്യമെന്ന് ഇപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് ഇഷ്ടം, എനിക്കൊരു യാതൊരു താല്പര്യമുള്ള വ്യക്തിയല്ല ജാസി വന്നിട്ട് ചോദിക്കുന്നുണ്ട് 21 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താണ് പണത്തിന് ഇത്ര ആവശ്യം. ജാസി ഇനി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചോദിക്കുന്നത് വെച്ചാലും അതൊരു പോയിന്റ് ആണ്. 21 വയസ്സുള്ള കുട്ടിക്ക് എന്താണ് ഈ പണത്തിന് ഇത്ര ആവശ്യം എന്നുള്ളത്. ഇപ്പോ ഈ പറയുന്ന കിച്ചുവിന്റെ പഠന ചെലവെടുത്തിരുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്. ഷെഫീന ബീവി വന്നിട്ട് പറയുന്നുണ്ട് ഒരു 1-2 മാസേ കൊടുത്തുള്ളൂ, പിന്നെ കാശ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കിച്ചു സ്റ്റഡി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, പഠനം പൂർത്തിയാക്കിയിട്ട്. പഠനം പൂർത്തിയാക്കാത്തൊരു കുട്ടി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടി, മദ്യം ഉപയോഗിക്കുന്ന ഒരു കുട്ടി, ഇപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കാറും ബൈക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, കുറെ ഫ്രണ്ട്സ് ഉള്ളൊരു കുട്ടി. ഈ കുട്ടിക്ക് പണം എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയും ആവശ്യമുണ്ട് വെച്ചാൽ അതൊരു നേരായ രീതിയിലുള്ള ആവശ്യമേ അല്ല എന്നേ പറയാനുള്ളൂ. ഈ കുട്ടീനെ സംരക്ഷിക്കുന്നത് കൊല്ലം സുധിയുടെ വീട്ടുകാരാണ്. അവിടെ താമസിക്കുന്നു, അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നു. ആ കുട്ടിക്ക് 3 നേരം അവിടുന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ ഈ പണത്തിന് ഇത്രമാത്രം ആവശ്യം എന്താണ്? ആ കുട്ടിക്ക് സ്വന്തമായിട്ട് വല്ല കുടുംബം നടത്താനുണ്ടോ? ഇത്രയും പണം ഇങ്ങനെ വേണം എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ നല്ല ഒന്നാന്തരം വരുമാനം ഉണ്ടായിരിക്കും ഈ കിച്ചു പറയുന്ന വ്യക്തിക്ക്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ഇട്ടില്ലാച്ചാലും ആ എപ്പോൾ ഇടുന്ന വീഡിയോയ്ക്കും അതിനൊരു നല്ല വ്യൂ ഉണ്ട്. യഥാർത്ഥത്തില് സാധാരണ വ്ളോഗേഴ്സിനെ നോക്കുകയാണെങ്കിൽ കിച്ചുവിന്റെ വ്ളോഗൊക്കെ ഭയങ്കര ബോറാണ്, പ്രത്യേകിച്ച് അതിലൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഈ രേണുസുതി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഓളം, പിന്നെ അവരെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ കിച്ചുവിനോട് ഈ കൊല്ലം സുധിയോടും ഒക്കെ ഉള്ള ഒരു സ്നേഹം കൊണ്ട് കിച്ചുവിനെ കാണുക, അങ്ങനെയൊക്കെയാണ് ഇവർക്ക് വ്യൂസ് കിട്ടുന്നത്. നല്ല വ്യൂസ് ഉണ്ട്, ആ ചാനലിൽ നല്ല വരുമാനം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വരുമാനം പോലെ ഈ കുട്ടിക്ക് ജീവിക്കാം. ഇനിയിപ്പോ ഈ മാസം വരുമാനം കിട്ടിയില്ല എന്ന് വിചാരിക്കാം, എന്നാലും കഴിഞ്ഞ മാസം നല്ലൊരു എമൗണ്ട് വരുമാനം കിട്ടുമ്പോൾ 1-2 ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോൾ അത് സേവ് ചെയ്ത് വെച്ചാൽ അതിന് 1 വർഷം സുഖമായിട്ട് ജീവിച്ചൂടെ, സുഖമായിട്ട് ആവശ്യങ്ങൾ നടത്തിക്കൂടെ. അപ്പൊ ഇതൊന്നും പോരാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള കാശ് ഇവർക്ക് എന്തിനാണ്? ഈ ഗൂഗിൾ പേ വെച്ച് പിരിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇത്രയും വെറുക്കുന്ന ഈ രേണുസുധീനെ ദിവസം വിളിച്ചിട്ട് അമ്മ കാശുണ്ടോ ചോദിക്കേണ്ട കാര്യം എന്താണ്? അപ്പോ ഈ ഷെഫീന ബീവി ഇതിൽ ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള കാര്യം പണപ്പിരിവ് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി ഷെഫീന ബീവി ഈ കുട്ടിക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്, കാശിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നത് രേണുസുധീനെയാണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്പർ ഇട്ടത് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ന്യായമൊന്നുമല്ല, ഇതിന്റെ ഒരാവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഇങ്ങനത്തെ ഒരു വിവാദം വന്ന സമയത്ത് കിച്ചു ആരുടെയൊക്കെയോ വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞോണ്ടല്ല ഈ കാശിന്റെ കാര്യം പിരിച്ചത്, ഞാനപ്പോൾ അവരോട് പറഞ്ഞിട്ട് ആ ലിങ്ക് ഞാൻ റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു വെർഷൻ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി എന്നുള്ളതാണ്. പിന്നെ ഈ രേണുസുധീന്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല. ഈ ഞാൻ സുധിച്ചേട്ടൻ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് മക്കൾക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കാണിക്കുന്നത് തോന്നിവാസാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ജീവിക്കണം വെച്ചാൽ ഇവിടെ എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുന്നുണ്ട്, കുട്ടികളെ വളർത്താൻ വേണ്ടി ജീവിക്കുന്നുണ്ട്, വീട്ടുപണി ചെയ്ത് ജീവിക്കുന്നുണ്ട്, മെക്കാട് പണി ചെയ്ത് ജീവിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം ഇഷ്ടത്തിന് സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും ആർഭാടം കാണിക്കാനും തന്നിഷ്ടത്തിന് ജീവിക്കാനും വേണ്ടിയുള്ള ജീവിതം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനെങ്ങനെ അയ്യോ എന്റെ ജീവിതം ഞാൻ ഇന്ന ആളുകൾക്ക് വേണ്ടി ജീവിച്ച് ത്യാഗം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ പറയേണ്ട കാര്യമില്ല എന്നേ പറയാനുള്ളൂ. അവർ ഈ ചെയ്യുന്നതിനൊന്നും നമുക്ക് പറയാനുള്ള അവരുടെ ജീവിതമാണ്, അവരുടെ ഇഷ്ടമാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷെ അതിനെ ഈ സെന്റിമെന്റ്സും വെച്ച് കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നേ പറയാനുള്ളൂ. പിന്നെ ഇതിന് നമ്മൾ ഈ കൊല്ലം സുധിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കിച്ചുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യത്തിൽ നമ്മൾ ഈ രേണുവിന്റെ പിന്നാലെ നടന്ന് രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീണയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇതൊന്നുമല്ല അതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലം സുധിയാണ്. ആ മനുഷ്യന്റെ മാനസിക വൈകല്യമാണ് ഇത്രയും മനുഷ്യന്മാരുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞതെന്നേ പറയാനുള്ളൂ. ആ മനുഷ്യൻ മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഇത്രയും ആളുകളെ അവര് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ കുറ്റം പറഞ്ഞ് അവരെയൊക്കെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മരിച്ചുപോയ വ്യക്തിയാണ് ഇതിന് ഏറ്റവും അർഹൻ എന്നേ പറയാനുള്ളൂ. ആ ഒരു മനുഷ്യൻ ഒരു വിവാഹം കഴിച്ചു, ശാലിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് വിവാഹം കഴിച്ചു. ആ മനുഷ്യന്റെ വേർഷൻ ആ പെണ്ണ് വേറെ ഏതോ ഒരു മനുഷ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കുട്ടിയെയും അയാളെയും ഇട്ടിട്ട് എന്നുള്ളതാണ്. നമുക്ക് കിച്ചു പറയുന്നത് കേട്ടാൽ അറിയാം ഇവരുടെ ലൈഫിൽ എപ്പോഴും വഴക്കുകളായിരുന്നു. ഈ ശാലിനിയുടെയും ഈ പറയുന്ന സുധിയുടെയും ലൈഫിൽ എപ്പോഴും വഴക്കുകളായിരുന്നു എന്നറിയാം. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി നല്ല മദ്യപാനിയായിരുന്നു, സ്ത്രീ വിഷയത്തിൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം അയാൾ ഒരു ഭാര്യ പോകുമ്പോൾ വേറൊരു ഭാര്യ മാറ്റി എടുക്കാൻ അയാൾക്ക് യാതൊരു മടിയില്ല. അതിനിടയിൽ വേറെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശാലിനി പറഞ്ഞ വ്യക്തി പോയി, ആ വ്യക്തിയെക്കുറിച്ച് ഈ ശാലിനി പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും നമുക്ക് കുറ്റം പറയാതിരിക്കാം. കാരണം ആ വ്യക്തി
ശാലിനി മരിച്ചുപോയ വ്യക്തിയാണ്. ശാലിനി പിന്നീട് ആത്മഹത്യയാണ് ചെയ്തത്. അപ്പൊ കുറ്റം പറയരുതെന്ന് പറയാം. പക്ഷെ ഇതെന്താ അറിയോ, നമ്മൾ പറയില്ലേ ഭാര്യയും ഭർത്താവും ആവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിരിയണം, നമ്മുടെ ജീവിതമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയില്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ നമ്മുടെ ലൈഫാണ്, നമ്മൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് നമ്മൾ ഈ കാണുന്നത്. അവർക്കുണ്ടായ ഒരു കുട്ടി അനാഥനായി പോയി, ഈ അച്ഛന്റെ സ്നേഹം കിട്ടാതെ, അമ്മയുടെ സ്നേഹം കിട്ടാതെ, കരുതൽ കിട്ടാതെ അങ്ങനെ ഒരു ലൈഫ് നശിച്ചു പോയി എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ കാരണം. ഈ വിവാഹ ബന്ധത്തിൽ ഉണ്ടായ തകർച്ച ഇയാളുടെ കുത്തഴിഞ്ഞ ജീവിതം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇവരെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ പറയുന്ന സുധി എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. പിന്നെ അയാൾ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയെ കുറിച്ച് നമ്മൾ ഇതേപോലെ കുറെ കുറ്റം പറയുന്നു. ആ വ്യക്തി ഈ പറയുന്ന കിച്ചുവിനെ സ്നേഹിച്ചില്ല എന്ന് പറയുന്നു. ആ കുട്ടിയുടെ സ്വന്തം അമ്മ ഈ കുട്ടിയെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഈ രണ്ടാനമ്മയ്ക്ക് എന്ത് ബാധ്യതയാണുള്ളത് ആ കുട്ടിയെ സ്നേഹിക്കാനുള്ളത്? നമ്മളിപ്പോ ഒരു കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കാമെങ്കിൽ രണ്ടാനമ്മയായിട്ട് പോകേണ്ട കാര്യമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്നേഹിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ആ കുട്ടിയുടെ അമ്മയും അച്ഛനും, സ്വന്തം ജന്മം നൽകിയ അമ്മയും അച്ഛനും ആ കുട്ടിയോട് ചെയ്തത് അതുപോലെ തന്നെയാണ്. അപ്പൊ അതിലും വലുതല്ലല്ലോ ഈ രണ്ടാനമ്മ ചെയ്ത കാര്യങ്ങൾ. ഇനിയിപ്പോ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന രേണുസുധിനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിൽ കാര്യം? ഈ രേണുസുധി മൂന്നാനമ്മയാണ്. അന്ന് അവർക്ക് ആ വിവാഹം കഴിയുന്ന സമയത്ത് 23 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ട് അവർ ആകെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പറയുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സുധി ആ സമയം ഒരുപാട് മദ്യപിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനിടയിൽ അവർക്ക് വളരെ കരുണയോടുകൂടിയോ അല്ലെങ്കിൽ നല്ല മനസ്സോടുകൂടിയോ ഈ പറയുന്ന കിച്ചുവിനോട് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതിന് നമുക്ക് എങ്ങനെയാ അവരെ കുറ്റം പറയാൻ പറ്റുക? 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച് അങ്ങനെ ത്യാഗമായി അല്ലെങ്കിൽ ഒരു മാലാഖയായിട്ട് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത് ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. മരിച്ചുപോയവരെ കുറിച്ച് കുറ്റം പറയരുതെന്ന് നമ്മൾ പറയും. എന്നാലും ഇതൊക്കെ എന്താ അറിയോ, തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളിൽ പെടുന്ന കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഈ ജീവിതത്തിൽ നടക്കുന്നതെന്നാണ്. ഇനി ഈ പറയുന്ന കിച്ചുവിനോട് പറയാനുള്ളത്, എത്രയോ ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ അവരവരുടെ അധ്വാനം കൊണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ പഠിച്ച് ജോലി ചെയ്ത് ആ കാശ് സമ്പാദിച്ച് അതിനെ കൊണ്ട് പഠിച്ച് എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു എഴുത്തുകാരനുണ്ട്, M.R. രതീഷ് എന്നാണ് പേര് തോന്നുന്നു. അദ്ദേഹം അച്ഛനും അമ്മയും വളരെ സാമ്പത്തികമായിട്ട് മോശം നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അച്ഛനില്ലായിരുന്നു തോന്നുന്നു. അമ്മ അദ്ദേഹത്തിനെ ബാലഭവനിലാക്കുകയാണ്. ഈ ശിശുക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ബാലഭവനിൽ, അനാഥാലയം തന്നെ പറയാം, അവിടെ ആക്കുന്നു. അവിടെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അദ്ദേഹം പറയുന്ന കുറേ സ്റ്റോറി ഉണ്ട് അവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം വഴിതെറ്റി പോവുകയല്ല ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്നു, പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡിഗ്രി പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്തോ പൂർത്തിയാക്കുന്നു. ഇപ്പൊ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു, നല്ല പുസ്തകങ്ങൾ എഴുതുന്നു. അതൊക്കെ ഇതേപോലെ അനാഥത്വം അനുഭവിച്ചിരുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അവരൊക്കെ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസമാണ് വിക്ടോറിയ കോളേജിലെ ഒരു പ്രൊഫസറുടെ ഒരു സ്റ്റോറി ഭയങ്കര ഹിറ്റായത്. അദ്ദേഹവും ഇതേപോലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ട് അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ്. അവിടുന്ന് പഠിച്ചു വരുന്നു, ഈ കോളേജിൽ പ്രൊഫസർ ആവുന്നു. വിക്ടോറിയ കോളേജ് പാലക്കാടിൽ പ്രൊഫസർ ആവുന്നു. എന്തോ വിജിത്ത് എന്തോ ആണ് പേര് തോന്നുന്നു, പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള കുട്ടികളാണ്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 24 മണിക്കൂറും എന്നെ അവർ സ്നേഹിച്ചില്ല, എന്നെ ഇവർ സ്നേഹിച്ചില്ല, ഇങ്ങനെ പരാതി പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം, ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ വേറെ ഒരാൾ കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിലൂടെ വരുന്ന കാശ് സ്വീകരിക്കുക, അല്ലെങ്കിൽ മൂന്നാനമ്മേനെ വിളിച്ചിട്ട് എനിക്ക് കാശ് വേണം എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങുക, ഇങ്ങനെ അൺലിമിറ്റഡ് കാശ് വാങ്ങി ഇങ്ങനെ തോന്നിയ ഈ പറയുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നടക്കുന്നതിനെക്കാട്ടിലും സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തം അച്ഛന്റെ ജീവിതം അനുഭവമായിട്ട് മുന്നിലുണ്ട്, പാടായിട്ട് മുന്നിലുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി ഈ കുത്തഴിഞ്ഞ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് വരിക എന്നേ പറയാനുള്ളൂ. ഈ വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് താഴ്ന്നു പോകും. പിന്നെ രേണുസുധി വീണ്ടും ഒരു വിവാദമായിട്ട് വരും. ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനിടയിൽ കഴിഞ്ഞു പോകുന്ന ജീവിതം ഉണ്ട് ഈ കിച്ചുവിന്റെ. നമ്മൾ പോണ സമയമൊന്നും പിന്നെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് പെരുമാറുക, പ്രവർത്തിക്കുക എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.